ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡോൾബി അറ്റ്മോസ് ഫീൽ ചെയ്യുന്ന തിയേറ്റർ ഇതാട്ടാ. താഴെ മുകളിലും ഡോൾബി അറ്റ്മോസാ അല്ലേ? ഇത് 2 സ്ക്രീനും ഡോൾബി അറ്റ്മോസാ. ചെറിയ മിനി സ്ക്രീൻ ആക്കുമ്പോഴത്തേക്ക് ഇത്രയും ഏരിയ കാണത്തില്ല. ഇവിടെ ഗില്ലി റിലീസ് ഉണ്ട് കേട്ടോ. ഹലോ, ഇപ്പം നമ്മൾ നിൽക്കുന്ന തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് അഞ്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അർച്ചന എന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ നിൽക്കുക. ഞാൻ മുമ്പ് വർഷ എന്ന് പറഞ്ഞൊരു തിയേറ്ററിൻ്റെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ വർഷ എന്ന് പറയാൻ വേണ്ടി പോയതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വർഷ എന്ന് പറഞ്ഞ തിയേറ്റർ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അർച്ചന എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇപ്പം നിൽക്കുന്ന, അപ്പോൾ അതിൻ്റെ ആ തിയേറ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഫ്രണ്ടിൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാം. എന്നിട്ട് ഞാൻ വ്യൂ ഇല്ലമ്മോ ഇതാ കണ്ടില്ലേ, ഇതാ അർച്ചന സിനിമാസ് അഞ്ചൽ. ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടം ആ ബസ് വരുന്നതിന് അപ്പുറത്ത് ചാടണോ അല്ലേ? ഒരു മിനിറ്റ്, പോട്ട്. ഇവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം വിധി എന്ന് പറഞ്ഞ പടം, പിന്നെ അജഗജാന്തരം. അങ്ങനെ ഇവിടെ ഗില്ലി റിലീസ് ഉണ്ട് കേട്ടോ. 100 രൂപ ടിക്കറ്റ്. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് വന്നാൽ മതി. ജനുവരി 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് 2022 ടിക്കറ്റ് ബുക്കിംഗ് ബന്ധപ്പെടുക. ഗില്ലി റിലീസ് അഞ്ചൽ ഏരിയ കമ്മിറ്റി. അത് തന്നെ, ഇതിനകത്തുള്ള ഡീറ്റെയിൽ തന്നെ ആയിരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഞ്ചൽ അർച്ചന തിയേറ്ററിനകത്തോട്ട് കയറാം. ഡോൾബി അറ്റ്മോസ് ആ തിയേറ്റർ. 2 സ്ക്രീനുണ്ട്. അർച്ചന ക്ലാസിക്കും ഉണ്ട്, മൂവി മാക്സും ഉണ്ട്. ഞാനിവിടെ വന്ന് സിനിമ കണ്ടിട്ടുണ്ട്. യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അത് അർച്ചന ക്ലാസിക് എന്ന് പറഞ്ഞ സ്ക്രീനിലാണ് ഞാൻ കണ്ടത്. മൂവി മാക്സിൽ കയറിയിട്ടില്ല. എന്തായാലും നമുക്ക് ആദ്യം ക്ലാസിക്കിലോട്ട് കയറിയിട്ട് മൂവി മാക്സിലോട്ട് പോവാം. അതാണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറാ. ബുക്ക് മൈ ഷോയുടെ വലിയ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് നമുക്ക് ചോദിക്കാം. ടിക്കറ്റ് റേറ്റ് ചോദിക്കാം, അതോട്ട് പോവാം. ഇതെവിടെ നോക്കേ, കിടിലം ഒരു 6 തൂണ് വെച്ചിട്ടുണ്ട് ഗോൾഡൻ കളറിൽ. നടന്നു വരുമ്പോൾ തുറക്കും, കണ്ടാ. ഇവിടെ ഇറങ്ങാനുള്ള പടം സൂപ്പർ ശരണ്യ. തണ്ണീർമത്തൻ ദിനങ്ങളിനകത്തുള്ള 2 പേരുമുണ്ട്. ഹരീസ് അശോകൻ്റെ മോനുണ്ട്, അർജുൻ അശോക്, അങ്ങനെ എന്താണ്ടാ പേര്. എന്താണ്ടേ അജഗജാന്തരം. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലാസിക്കിനകത്ത് അജഗജാന്തരം അല്ലേ? ഓക്കെ, അപ്പോൾ അതിനകത്തോട്ടൊന്ന് കയറിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ചിലപ്പോൾ അവസാനം നിങ്ങളെ പരിചയപ്പെടുന്ന മറന്നു പോകും. പേരെന്താ? ആദർശ്, ശ്യാം, വിഷ്ണു. ഓക്കെ, അങ്ങനെ 3 പേരും പരിചയപ്പെടുത്തി. ഇത് ഫൗണ്ടറാണോ തിയേറ്ററിൻ്റെ? ഓക്കെ, അപ്പോൾ എന്തായാലും തിയേറ്ററിനകത്തോട്ട് കയറാം. ഓക്കെ, നമുക്ക് ക്ലാസിക് താഴത്തെ സ്ക്രീനിലോട്ട് കയറാം. ക്ലാസിക് എന്നതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ക്ലാസിക് മെയിൻ സ്ക്രീനിലോട്ട് കയറി. ഇവിടുത്തെ വലിയ സ്ക്രീനിലോട്ട് കയറി. 2 സ്ക്രീനുണ്ട്, മുകളിലും ഉണ്ട് താഴെയുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ്ട ഇരുട്ടത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇവിടെ വലിയൊരു സബ് ഇരിക്കുന്നുണ്ട്, മുട്ടൻ സബ്ബ. ഇവിടെയും അവിടെ ഇരിപ്പുണ്ട്, 2 ഉണ്ട്. ഇതാ ഇവിടെ QSCയുടെ സ്പീക്കറായിരിക്കുന്നത്, കണ്ടില്ലേ? നമുക്ക് ഏകദേശം സെൻട്രലായിട്ടുള്ള സീറ്റിലായിട്ടിരിക്കാം. ആ 2 സബ് കണ്ടോ, അതിൻ്റെ 2ൻ്റെയും നടുക്കായിട്ടുള്ള സീറ്റിലോട്ടിരിക്കാം. ജസ്റ്റ് ഒന്നിരിക്കാം. ഇതാ ഏകദേശം കറക്റ്റ് സെൻറ്ററായിട്ടുള്ള സീറ്റ്. ഇവിടെ ഇരിക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ അത് അടിപൊളി, നല്ല വ്യൂ. നോക്കേ, നല്ല കിടിലം വ്യൂ അവിടെ നിന്ന് കാണാൻ. അങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ സീറ്റിലായിട്ടിരുന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡോൾബി അറ്റ്മോസ് ഫീൽ ചെയ്യുന്ന തിയേറ്റർ ഇതാട്ടാ. അതിനു മുമ്പായിട്ട് ഞാൻ എവിടെയും ഡോൾബി അറ്റ്മോസിൽ കയറിയിട്ടില്ല. കാര്യം ആ സമയത്ത് എല്ലായിടത്തും ഒന്നും ഡോൾബി അറ്റ്മോസ് ഇല്ല. ഈ യോബിൻ്റെ പുസ്തകം ഇറങ്ങുന്ന സമയത്തൊന്നും എല്ലാ തിയേറ്ററിലൊന്നും ഈ ഡോൾബി അറ്റ്മോസ് സംവിധാനം വന്നിട്ടില്ല. അപ്പോഴാദ്യമായിട്ട് ഇവിടെ നിന്നാണ് ഞാൻ ഡോൾബി അറ്റ്മോസ് ഫീൽ ചെയ്യുന്നത്. അടിപൊളി തിയേറ്റർ കേട്ടോ, സൂപ്പർ തിയേറ്റർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ തിയേറ്റർ. അപ്പോഴെന്തായാലും നമുക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റിലോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. പ്രൊജക്ടറിൻ്റെ നേരെ താഴത്തെ സീറ്റ് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ്. കണ്ട, ക്രിസ്റ്റി CP2220 സബ്ബായിട്ട് വേറെ വെച്ചിട്ടുണ്ട്. ഇതാ പരസ്യമൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രൊജക്ടറാണ്. ഞാൻ മുമ്പൊരു തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് അങ്ങനെ ചെറിയൊരു പ്രൊജക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പോയപ്പോഴായിരുന്നു? പുനലൂർ തായലക്ഷ്മിയിൽ പോയപ്പോൾ ഇത് കണക്ക് ഒരു ചെറിയ പ്രൊജക്ടർ പരസ്യം കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രൊജക്ടർ റൂമിനകത്തോട്ട് കയറേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഇവിടെ നിന്നെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതോ അവിടെ ഡോൾബി അറ്റ്മോസിൻ്റെ ആംപ്ലിഫയർ ഒക്കെ ഇരിപ്പുണ്ട്.
QSയുടെ സിസ്റ്റമൊക്കെ ഇരിപ്പുണ്ട്. ഇതോ കണ്ടില്ലേ, QSയുടെ ആയിരിക്കുന്ന എല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് നടുക്കോട്ടിരിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാ സീറ്റിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്നുള്ള വ്യൂ, തിയേറ്ററിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതാ. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണം. അവിടെ നല്ല ഇരുട്ടാട്ടോ. ഏതെങ്കിലും വാതിൽ തുറന്നെങ്കിലേ അങ്ങോട്ട് വെട്ടം കയറത്തുള്ളൂ. അങ്ങനെ അങ്ങോട്ട് പോകണോ? എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ പക്കയാ. ഫ്രണ്ടിലോട്ട് പോകണോ, പറ്റുമോ? ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പടത്തിൻ്റെ ട്രെയിലർ ഇടാൻ പറയാം അല്ലേ? ഏതായാലും ഇതിൻ്റെ ട്രെയിലർ ഇടാം. ഏതുണ്ട്? RR. ഓ, പോകുന്നിടത്തെല്ലാം RR. ഞാൻ RRൻ്റെ ട്രെയിലർ ഒരു 100 തവണ കണ്ടു കാണും. എവിടെ കറക്റ്റ് സെൻട്രലായിട്ടിരിക്കാം. ഡോൾബി അറ്റ്മോസിൻ്റെ ആഡൊക്കെ കാണിച്ചു തുടങ്ങി. നമുക്ക് കറക്റ്റ് സെൻട്രലായിട്ടിരിക്കാം. അതാ ഈ 2 സബിൻ്റെ നടുക്കായിട്ടിരിക്കാം. അങ്ങനെ നമ്മൾ ഡോൾബിയുടെ ഒരു ആഡും കണ്ട് RRRൻ്റെ ട്രെയിലറും കണ്ടു കേട്ടോ. ഞാൻ ഇപ്പോൾ പോകുന്ന തിയേറ്ററിലെല്ലാം RRൻ്റെ ട്രെയിലറാണ്. എല്ലായിടത്തും പോകുമ്പോഴും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കാണണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്ക്രീനിലോട്ട് കയറാം. മൂവിമാക്സിലോട്ട് കയറാം. മൂവിമാക്സ്. അങ്ങനെ നമ്മൾ മൂവിമാക്സിലോട്ട് പോവുക. മുമ്പ് ബാൽക്കണി ആയിരുന്നു അല്ലേ? അതല്ലേ ഇപ്പം മൂവിമാക്സ് ആക്കിയത്. മൂവിമാക്സ് ഞാൻ കയറിയിട്ടില്ല. താഴെ മാത്രമേ ഞാൻ മുമ്പ് വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ യോബിൻ്റെ പുസ്തകം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ ഒരു 10 തവണ പറഞ്ഞെന്ന് തോന്നല്ലേ, യോബിൻ്റെ പുസ്തകം ഒന്ന് ഞാൻ തോണ്ടേ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്ക്രീനായ മൂവിമാക്സിലോട്ട് കയറുക. മൂവിമാക്സ് ഇത് വലിയ തിയേറ്ററാണല്ലോ. ബാൽക്കണി തിയേറ്റർ ആക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ തിയേറ്റർ ഇതാന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ബാൽക്കണി ചെറിയ മിനി സ്ക്രീൻ ആക്കുമ്പോഴത്തേക്ക് ഇത്രയും ഏരിയ കാണത്തില്ല. ഇതൊരു വലിയ തിയേറ്ററിൻ്റെ അത്രയും തന്നെ ഉണ്ട്. ഓക്കെ, ഇത്രയും ഏരിയ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബാൽക്കണി തിയേറ്റർ ആക്കുമ്പോൾ? ഒരു വലിയ തിയേറ്റർ ഇരിക്കുന്ന കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും. ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ സ്ക്രീനിൻ്റെ താഴെയായിട്ട് സബ് ഇരിക്കുന്നതൊക്കെ കണ്ട, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടുള്ള വ്യൂ അത്. നേരെ അവിടെ പ്രൊജക്ടർ റൂം, താഴെ മുകളിലും ഡോൾബി അറ്റ്മോസ് അല്ലേ? അതൊരു വെറൈറ്റിയാണ്. 281 സീറ്റ് ഇവിടെ. താഴെ 433 സീറ്റും ഇവിടെ 280. 100%? ഓ ഓക്കെ 100% പറയുമ്പോഴത്തേക്ക് അത്രയുണ്ട്. ഇപ്പം അങ്ങനെ 100% ഇരുത്തുന്നില്ലല്ലോ. എന്തായാലും നല്ല വലിയ തിയേറ്റർ കേട്ടോ. സാധാരണ ഒരു ബാൽക്കണി ചെറുതാക്കുമ്പോൾ ചെയ്യുന്ന തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് അത്രയൊക്കെ സീറ്റേ കാണത്തുള്ളൂ. പക്ഷേ നോക്കേ, നല്ല ഏരിയ ഉണ്ട്, വലിയൊരു ഹാള് തന്നെ അത്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 സ്ക്രീനും ഡോൾബി അറ്റ്മോസാണ്. സാധാരണ ഈ ബാൽക്കണി ചെറുതാക്കുമ്പോഴത്തേക്കും താഴത്തെ മെയിൻ സ്ക്രീൻ മാത്രമേ ഡോൾബി അറ്റ്മോസ് കാണത്തുള്ളൂ. മുകളിലത്തെ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 5.1 അല്ലെങ്കിൽ 7.1 അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ 2 സ്ക്രീനും ഡോൾബി അറ്റ്മോസാണ്. ഇതവിടെ ഡോൾബി അറ്റ്മോസിൻ്റെ സബ്ബൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? പൾസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്പീക്കറാണ് വെച്ചിരിക്കുന്ന. പൾസ്. താഴെ QSC ആയിരുന്നു, കണ്ട. അങ്ങനെ ഇതവിടെ പ്രൊജക്ടറൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ്ടില്ലേ, ക്രിസ്റ്റി CP2215 എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ്. പിന്നെ അവിടെ പരസ്യമൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുഞ്ഞു പ്രൊജക്ടറും. ഇതാണ്ടേ ഫുൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ കേട്ടോ. അകത്തോട്ട് വെറുതെ കയറേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ക്രൗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആംപ്ലിഫയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഡോൾബിയുടെ ആംപ്ലിഫയറും പ്രൊസസ്സറും എല്ലാം വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇവിടെ റിക്ലൈനർ സീറ്റുണ്ട്. താഴെ റിക്ലൈനർ ഇല്ലായിരുന്നു, മുകളിൽ റിക്ലൈനർ ഉണ്ട്. കണ്ടില്ലേ, ഈ സൈഡിലുണ്ട് റിക്ലൈനർ, ഇതിൻ്റെ അപ്പുറത്തായിട്ടും ഉണ്ട് കേട്ടോ, ആ സൈഡിലും ഉണ്ട്. അതാ ഇവിടെയും ഉണ്ട്. സീറ്റിൻ്റെ ഡിസൈൻ കൊള്ളാം, നല്ലൊരു ബ്ലാക്കിനകത്ത് റെഡ് ലൈനായിട്ട് വന്നിട്ട് കൊള്ളാം. റിക്ലൈനറിൽ നിന്നുള്ള വ്യൂ ആയത് കൊള്ളാം, പക്കയായിട്ടുണ്ട്. ബാൽക്കണി ഇരിക്കുന്ന കണക്കുണ്ട്, നല്ല പൊങ്ങിയിരിക്കുക. എന്തായാലും നമുക്ക് സ്വിച്ചിൽ ഞെക്കാം. റിക്ലൈനറിൻ്റെ സ്വിച്ച് അതാ, കാല് പൊങ്ങുന്നു. ഹേയ്,
ബാക്കിലോട്ട് ഞെക്കുമ്പം ഇതാ താഴുന്നു. ഇതാണ്ട കാല് പൊങ്ങുന്നു, കാല് പൊങ്ങുന്നു, കാല് പൊങ്ങുന്നു. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇതെത്ര റിക്ലൈനറിൻ്റെ റേറ്റ് എത്രയാ? 250 രൂപ റിക്ലൈനർ സീറ്റിന്. നോർമൽ എത്രയാ? 130. അങ്ങനെ നമുക്ക് റിക്ലൈനർ സീറ്റിൽ നിന്ന് എഴുന്നേക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ നടുക്കത്തെ സീറ്റിലോട്ട് ഇരുന്നില്ലായിരുന്നല്ലേ, ഏകദേശം സെൻട്രലിലോട്ടിരിക്കാം. സാധാരണ ബാൽക്കണി തിയേറ്റർ ആക്കുമ്പോഴത്തേക്കും സെൻട്രലിലെ സീറ്റിലോട്ടൊന്നും ഇരിക്കാനേ പറ്റത്തില്ല, കാര്യം സ്ക്രീനിങ് അടുത്ത് വരും. പക്ഷേ ഇവിടെ ഒരു വലിയൊരു തിയേറ്ററിൻ്റെ അത്രയും തന്നെ ഉള്ളതുകൊണ്ടേ നമുക്ക് സെൻട്രലായിട്ടിരിക്കാം. കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അഞ്ചൽ അർച്ചന എന്ന് പറഞ്ഞ തിയേറ്ററിൻ്റെ 2 സ്ക്രീനിലും കയറി കഴിഞ്ഞ് അകത്തെല്ലാം നല്ല കിടില ഇൻറ്റീരിയർ വർക്കും എല്ലാം കൊള്ളാം, നല്ല സൗണ്ട് സിസ്റ്റവും എല്ലാം പക്കയായിട്ടുണ്ട്. അപ്പോഴേ ഇവിടെ ഒരു വിജയ് ഫാൻ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിലീസ് പടങ്ങൾ ഇന്ന് റിലീസൊക്കെ വരുമ്പം വിജയുടെ പടങ്ങളൊക്കെ റിലീസ് വരുമ്പോഴത്തേക്കും ടിക്കറ്റൊക്കെ കിട്ടും. പേര് ബീസ്റ്റ് ഉണ്ട്. ഏപ്രിലുണ്ട്. ബീസ്റ്റിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടുമോ? എന്തായാലും ഒരുപാട് പേര് വിളിക്കുവേ. അങ്ങനെ ഈ പുള്ളിയുടെ പേരും നമ്പരെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്തൊക്കെ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ തിയേറ്ററിൽ നിന്ന് വിടുക. ഇതാണ് അഞ്ചൽ അർച്ചന മൂവി മാക്സ് ക്ലാസിക്. അങ്ങനെ 2 സ്ക്രീൻ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപ്പ് വെള്ളം അകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ എടുക്കണം. ദാഹിക്കുന്നു. കാണണ്ടേ, ഇറങ്ങുക. സമയം കുറച്ചായി. വെളിയിൽ 1-2 സ്റ്റാഫുകൾ ഇപ്പോൾ ഉണ്ട്, അവർക്കും കൂടെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോവാം. ഓപ്പറേറ്ററാ? പേരെന്ന് പറയാമോ? ബൈജു. കോളിലാണോ? അല്ല, ഫോണിലാണോ? ഒന്ന് ഞാൻ നടന്നിട്ട് കുഴപ്പമില്ല. പേര് ബൈജു അല്ലേ? ബൈജു എന്നാ ചേട്ടൻ്റെ പേര്. അപ്പം ഇവിടെ തുടങ്ങിയ മുതലുണ്ടോ തിയേറ്റർ? ഉണ്ടല്ലേ. റിനോവേഷൻ ചെയ്തതിന് ശേഷമാണോ അതോ? റിനോവേഷൻ ചെയ്തതിന് ശേഷം മുതലുണ്ടല്ലേ. ഓക്കെ. ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആളാ. പേര് ബിജു. ബിജു നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്കും ഞാൻ പരിചയപ്പെട്ടായിരുന്നു, വീഡിയോക്കകത്ത് ആദ്യം കാണിച്ചില്ലെന്നേ ഉള്ളൂ. പുള്ളി ചിരിക്കുന്നുണ്ട്, മാസ്ക് ഇട്ടിരിക്കുന്നുണ്ട്, കാണാത്തയാ. അപ്പം ശരി. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഏതെങ്കിലും നല്ല തിയേറ്ററുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് കമൻറ്റ് ചെയ്യും, ഞാൻ അവിടെ ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം എടുക്കുന്നുള്ള കാര്യം അറിയാമല്ലോ, ഞാൻ എത്രയോ വീഡിയോ നിങ്ങൾ പറയുന്നത് കേട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.